വെക്കേഷൻ ആയിട്ട് എന്താ നമ്മുടെ വീട്ടിൽ ഭയങ്കര ശാന്തവും സ്വസ്ഥതയൊക്കെ. ആ ഷിൻചാൻ എവിടെ കറങ്ങാൻ പോയേക്കോ? ചുമ്മാതല്ല, നടന്നിറങ്ങാം. നോക്ക് ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണെന്ന്. പിന്നെ തുറക്കപ്പോയി. ഓ നോ, ഇവൻ എവിടെയെന്ന് ചോദിച്ചോളൂ. ദേ വന്നേക്കുന്നു. വെക്കേഷൻ ഒക്കെ അല്ലടാ, കുറച്ചുകൂടി കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? അത് പോട്ടെ, അങ്ങോട്ട് പോയപ്പോ നിന്റെ കയ്യിൽ ബാഗൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതെവിടെ നിന്നാണോ ബാഗൊക്കെ? ഫ്രാങ്ക്ലിൻ ബൈ, ഇതിനകത്ത് എന്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റുകളാ. ഗിഫ്റ്റാ? ഫ്രണ്ട്സ് തന്നതാ? സംതിങ് ഫിഷി. എന്താണ് അതിനകത്ത്? നോക്ക്, ഈ റോക്കറ്റ് സ്പോഞ്ച് ഓഫ് വന്നത്, ഈ കൊരുപ്പ് ടാൻഡ് തന്നത്, പിന്നെ ഈ ഷൂ അത് റിച്ച് കിട്ട് തന്നത്. ഒരു ഷൂ ആണ് മണ്ടൻ ഷിൻചാനെ. അവൻ നിന്റെ ഒരു ഷൂ തന്ന് പറ്റിച്ച് 2 ഷൂ വേണ്ടി എന്നാലേ ഇടാൻ പറ്റുള്ളൂ. അതിന് ഫ്രാങ്ക്ലിൻ ബൈക്ക് എന്താ, ഇത് എനിക്കുള്ളതല്ല, ചോപ്പിനുള്ള. അത് കേട്ടിട്ട് ചോപ്പിന് ഷൂ കടിച്ചു പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടി റിച്ച് കിട്ട് തന്നത്, അവനോട് കൊടുക്കട്ടെ. ചോപ്പിന് വേണ്ടിയാ? ഷിൻചാൻ ശരിക്കും ചോപ്പിനോട് സ്നേഹമൊക്കെ ഉണ്ടാവാ? ഓക്കെ ഓക്കെ. ചോപ്പേ തേടാ, നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേക്കണം നോക്ക്. എന്താ എനിക്ക് വേണ്ടിയാ? പോടാ വെറുതെ ശല്യപ്പെടുത്താ. നീ എനിക്ക് എന്തൊട്ടിരാനാ? സത്യമായിട്ടും എന്തേ നോക്ക്, ഈ ഷൂ നിനക്ക് വേണ്ടി കടിച്ചു പറിക്കാൻ വേണ്ടി റിച്ച് കിട്ട് തന്നു കേട്ടോ. റിച്ച് കിട്ടാ ഈ ചോപ്പ് അത് കഴിച്ച് ഓക്കെ കുറച്ചങ്ങോട്ട് മാറിക്ക. അതാ എനിക്ക് നല്ലത്. മണ്ടൻ ചോപ്പ് ഇപ്പൊ തന്നെ അത് സംഭവിക്കും. സമയമായല്ലോ, ചീറ്റ് പോയി. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? എന്താണ്ട് പൊട്ടിയല്ല. അയ്യേ, ചോപ്പ് പേടിച്ച് ഇത്രയുള്ള ചോപ്പേ നീ ടോപ്പില് നീ എത്ത്. എന്താടാ നീയാണത്? നീ സ്നേഹം കാണിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. എത്ര ചെയ്തത്? ചോപ്പേ, എന്നാലും പടക്കം ഏതാ ഷൂ അത് തിരിച്ചറിയാൻ പോലും നിനക്ക് പറ്റില്ലല്ലോടാ. ഇത് പടക്കായിരുന്നാ? നിന്റെ സ്നേഹം കണ്ടപ്പോഴേ ഞാൻ സംശയിക്കണമായിരുന്നാ. നിന്നെ ഞാൻ വെറുതെ ഞാൻ ഇന്നെ പിടിച്ചോ നിന്നെ എന്താ വിഷുവാ? നീ എന്റെ പ്രോജക്റ്റിന്റെ മേത്തിട്ട് പൊട്ടിക്കണ നിന്നെ ഞാൻ. എന്താ അവിടെ ഭയങ്കര ഉച്ച? ഇവന്മാര് തമ്മിൽ തല്ലിയടിച്ച് മരിക്കൂലോ. നിർത്തണമെന്ന് എന്താ പ്രശ്നം? എന്തിനാണ് ഞങ്ങൾ തല്ലി വിടുന്നത്? ചിഞ്ചാനം തോപ്പിച്ചിട്ടുണ്ടോ തോന്നണ? എന്താ ചോപ്പേ? ഇത് കണ്ട ഇവൻ ഷൂ എന്ന് പറഞ്ഞ എന്റെ കൊണ്ടൊന്ന് വെച്ച് ഇത് പടക്കരുത്, വായിരുന്നു പൊട്ടി. എല്ലാ വിഷുവിനും ഇവന്റെ പരിപാടി എന്റെ മേത്തോണ്ടൊന്ന് പടക്കം പൊട്ടിക്കണത്. ഇവന് ശിക്ഷിക്കും ഫ്രാങ്ക്ലിൻ ബൈ. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബയോ പടക്കം മേടിച്ചു തരില്ല. പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിച്ചത് തെറ്റാണോ? അതിന് വിഷുവേ 2 ദിവസം കഴിഞ്ഞല്ലേ. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് തെറ്റല്ല, പക്ഷെ മറ്റുള്ളവരുടെ മേത്തിട്ട് പൊട്ടിക്കുന്നത് വളരെ വളരെ തെറ്റാ. കാണിച്ചാ നിനക്ക് ഈ പടക്കം ഇവിടെ ഇരിക്കുമ്പോഴല്ല പ്രശ്നം. മറ്റേ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇവനൊരു പണം പഠിപ്പിച്ചിട്ടുള്ള കാര്യം. 2 ദിവസം കഴിഞ്ഞാണ് വിഷയെങ്കിലും ഞാൻ ഇന്ന് തന്നെ ഇത് പൊട്ടിച്ച് തീർക്കാൻ വേണ്ടി പോവാം. അങ്ങോട്ട് മാറ്റി വെച്ച് പൊട്ടിക്കാം. ഇനി മേലെ പ്ലീസ്, ഞാൻ ചെയ്യില്ല. അത് വിഷുവിന് വേണ്ടിയുള്ള സമ്മതിക്കില്ല. ഉപ്പ് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. നിനക്കുള്ള ശിക്ഷ എവിടെ വെച്ച് പൊട്ടിക്കാം. പടക്കം ഇങ്ങനെ എടുക്കുക. ഓക്കെ, ആദ്യത്തെ റോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി കത്തിക്കാം. കത്തിക്കല്ലേ. ഇനി ഞാൻ ചോപ്പിന്റെ മേത്ത് വെച്ച് പൊട്ടിക്കില്ല. അതിന് ഇത് ഓൾറെഡി കത്തിച്ചതാ. മാത്രല്ല പൊട്ടിക്കാൻ നിനക്ക് പടക്കം ഉണ്ടായാലല്ലേ? ആ കൊള്ളാം. എന്റെ പടക്കം പൊട്ടിച്ച് ചേർത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അത് ഷിൻചാൻ എവിടെ നിന്നാണല്ലോ വെച്ചായിരുന്നത്? അവനെന്താ പറഞ്ഞോണ്ടിരിക്കുക? എഴുന്നേക്ക്. ഈ പാതിരാത്രിക്ക് ഉറങ്ങാതെ ഇവൻ എന്താ ചെയ്തോണ്ടിരിക്കുക? ഷിൻചാനെ പടക്കം മേടിച്ചില്ല. എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ ഇതൊന്നും എന്നോട് ചെയ്യില്ലായിരുന്നു. ഇവന് ഉറക്കത്തിലാണ് ഇതൊക്കെ പറയണത്. ഞാൻ ആ പടക്കം പൊട്ടിച്ച് ചേർത്തതിന് അവൻ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുവാണോ? അത് ഉറക്കത്തില്. ഷിൻചാനെ, അത് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തില്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും അവൻ ആശിച്ച് മോച്ചുകൊണ്ടുവന്ന പടക്കം ഞാൻ എടുത്ത് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ല സ്റ്റോപ്പേ, പോയി കിടന്നുറങ്ങിക്കോ. അപ്പോഴത്തെ ദേഷ്യത്തിൽ പടക്കം മൊത്തം എടുത്ത് പൊട്ടിക്കുകയും ചെയ്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണു കാണാൻ പാടില്ല. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞാൽ വിഷുവാ. കുറച്ച് പടക്കൊക്കെ മേടിച്ച് ആഘോഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടില് ഈ $2 എന്ത് കിട്ടാനാ? വേണ്ടായിരുന്നു. എമർജൻസി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ വീടിന്റെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് പൈസ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ല. ഷിൻചാന്റെ ജോബിനെ കണ്ണിപ്പെടാതെ. അത് എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ കിട്ടി. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഞാൻ ഒളിപ്പിച്ചായിരുന്നു. ഓക്കെ, അതിങ്ങ് എടുക്ക്. പൈസ കിട്ടി. ഇത് വെച്ചത് നന്നായി. ഇതുപോലെ ഞാൻ വേറെ എവിടെയാ ഒളിപ്പിച്ചേക്കുന്നത്? എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ എടുക്കുന്നത് ഇങ്ങോട്ട്. യെസ്, അങ്ങനെ വീണ്ടും നമ്മുടെ കയ്യില് $. അടുത്തായിട്ട് വെച്ച പോലെ അതേയിരിക്കണം ആ പെട്ടിയുടെ പുറകില്. പിന്നെ ഇവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാ മേളില് ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തൊക്കെ വെച്ച് കാരണം എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ നമ്മുടെ കീ വെക്കണം. അവിടെ ഒരു $1 ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇല്ലല്ലോ. ഇനി ആരെങ്കിലും എടുത്താ? ഷിൻചാൻ ചോപ്പായിരിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ പോട്ടെ. വേറെ സ്ഥലം നമ്മുടെ കയ്യിലുണ്ടല്ലോ. നോക്കട്ടെ. ഒരു $100 ഇപ്പിട്ട് ഈ പ്രതിമയുടെ പുറകെ ഈ ബുക്കിന്റെ ഇടയിൽ ഇതായിരിക്കും. പക്ഷെ ഇത് ഒരെണ്ണല്ലോ, കുറച്ച് അധികം ഉണ്ട്. നന്നായി. എന്തായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. വിഷു എന്നൊക്കെ പറഞ്ഞ എന്താ ചെലവ്? ഓക്കെ, എടുക്കാൻ കണ്ട്
ഓൾറെഡി ഇപ്പൊ അത്യാവശ്യം ഡോളേഴ്സ് കിട്ടി. പക്ഷേ പടക്കം മേടിക്കാനും വിഷു സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെലവുണ്ട്. ഈ പൈസ പോരാ. ഞാൻ അടുത്തായിട്ട് ഈ ടൈം ടേബിൾ എവിടെയോ ഇവിടെയല്ല വേറെ എവിടെയാ കിച്ചണിൽ എന്തായാലും ഉണ്ടാവല്ലോ. കിച്ചണിൽ എവിടെയൊക്കെ വെച്ച് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എവിടെ ആദ്യ മേളിൽ ഒളിച്ചിരിക്കുവല്ലേ ഇങ്ങോട്ട് വേണം. ഓക്കെ ഇപ്പൊ നമ്മുടെ കാര്യം അത്യാവശ്യം പൈസ ഉണ്ട്. പക്ഷെ വിഷു സെലിബ്രേറ്റ് ചെയ്യാനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. ഐ മീൻ കണിയൊക്കെ വെച്ച് പടക്കൊക്കെ മേടിച്ച് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഇത് ഞാനെങ്ങനെ മറന്നത്? ആ കിച്ചന്റെ ആ സാധനത്തിന് മേടിക്കണ അത് പൈസ കിഴിയാ ഞാൻ തന്നെ വെച്ചത്. ഞാനിതെങ്ങനെ മറന്ന്? ഒത്തിരി നാളായില്ലേ മറന്നു പോയിക്കാണ്. ഓക്കെ അതിനകത്ത് അത്യാവശ്യം പൈസ എന്തായാലും കാണും. ആദ്യം അത് എടുക്കട്ടെ. അതിനകത്ത് എത്ര ഉണ്ട് തന്നിട്ട് നോക്കാം നമുക്ക്. ഓക്കെ വലിപ്പം കണ്ടിട്ട് എങ്ങനെ പോയാലും $10,000 അതിനകത്തുണ്ടാവും. നല്ല സ്ഥലത്തെ ഞാൻ വെച്ചത്. ഇവിടെ വെച്ച് ആര് കാണാനാ? ഞാനേ അതുകൊണ്ടല്ലേ കാണാതെ പോയത്. കള്ളൻ ഒളിച്ചിരിക്കും അവിടെ. ഇങ്ങനെ ഒന്നുമില്ലൂടെ വിചാരിച്ചത്ര പൈസ ഇല്ല ഇതിനകത്ത്. എന്തായാലും തുറന്നു നോക്കിയാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ആ ടേബിളിലേക്ക് വെച്ചിട്ട് ഇനി നോക്കാം. ഓൾറൈറ്റ് നമ്മൾ കിഴി പൊട്ടിച്ച പൈസ അവിടെ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടി ചേർത്ത് ഇത്രയാണ് വന്നേക്കണേ. ഇതിപ്പോ മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പൈസ തഴത്തേക്ക് വല്ല എടുക്കാം. ഓക്കെ പക്ഷെ ഈ കിടക്കണത് അവിടെ. ഓക്കെ നമ്മളിപ്പോ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോ നമ്മുടെ കയ്യിൽ $1,712 ഉണ്ട്. കണ്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും വെറും $2 കിടന്ന നമ്മുടെ ബാലൻസ് ഇപ്പോൾ 1,712 ആയില്ലേ. അത് തന്നെ വലിയ കാര്യം. ഇതുപോലെ നമുക്ക് വിഷു അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രാത്രി ഇനിയിപ്പോ ഷിൻചാനോട് പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. രാവിലെ എഴുന്നേക്കും അവന് സർപ്രൈസ് കൊടുക്കാം. നമുക്ക് പടക്കമൊക്കെ മേടിച്ച് വിഷു ആഘോഷിക്കാൻ പോകുന്ന കേൾക്കുമ്പോൾ തന്നെ അവൻ ഇട്ടു. ഷിൻചാനെ കരയിപ്പിച്ചതിന് ഒരു പ്രായശ്ചിത്തം. ഓക്കെ ഗുഡ് നൈറ്റ്. രാവിലെ എത്ര പെട്ടെന്ന് ഗുഡ് മോർണിംഗ്. ഷിൻചാൻ അവിടെ ചെന്നോണ്ടിരിക്കണം. അപ്പൊ ഈ കട്ടില് ഇവിടെ ആരില്ലേ? ഇനി ഞാൻ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റ് ഷോപ്പിനെ കാണാനല്ല. ഷിൻചാനെ നീ എന്താ അവിടെ ചെന്നോണ്ടിരിക്കണേ? എന്റെ പടക്കം ഷിൻചാനെ നീ ഇപ്പോഴും ഇത് പറഞ്ഞിരിക്കണോ? മതിരാ മതി നിർത്ത്. നിനക്ക് ഞാൻ പടക്കം മേടിച്ചു തരാം. അതുപോലെ എന്ത് ഫ്രാങ്ക്ലിൻ മേടിച്ചത്? അതിന് ഫ്രാങ്ക്ലിൻ പേടെ കയ്യിൽ എവിടുന്ന പൈസ? അതുകൊണ്ടല്ലേ ഞാൻ പെൻസിന്റെ മേടിച്ചോണ്ട് വന്നത്. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ പേ. ചേട്ടേ അതൊക്കെ നേരത്തെ. ഇപ്പൊ കഥ മാറി. പൈസയൊക്കെ നമുക്ക് കിട്ടി. ഞാൻ ഇന്നലെ രാത്രിയാണ് ഓർത്തത് നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് എണ്ണി നോക്കിയപ്പോൾ മനസ്സിലായത് ഈ വിഷു നമുക്ക് അടിച്ച് പൊളിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള പൈസ ഉണ്ടെന്ന്. സോ നമ്മള് വിഷു ആഘോഷിക്കാൻ വേണ്ടി പോകും. ഫ്രാങ്ക്ലിൻ ഭായ് ശരിക്കും ഇപ്പൊ തന്നെ പോയി പടക്കം പിടിച്ചോണ്ടിരാ. നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി പോണേ. ഇപ്പൊ നിന്റെ കരച്ചിലൂടെ പോയി. ഓക്കെ ഓക്കെ വിഷു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പടക്കം പിടിക്കണം മാത്രമല്ലടാ. വേറെ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അതിന് കുറച്ച് ഷോപ്പിംഗിന്റെ ആവശ്യമുണ്ട്. വാ ഷോപ്പ് അതൊന്നും ഇല്ലടാ. കുറച്ച് പടക്കൊക്കെ മേടിച്ച് വിഷു ആഘോഷിക്കാൻ വേണ്ടി. പിന്നെ വിഷു കോഴി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പടക്കം അവിടെ കിട്ടും. ഇങ്ങനെ പേടിക്കാതെ അവനൊന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കും. സോ വണ്ടി നേരെ ഫസ്റ്റ് തുണിക്കടയിലേക്ക്. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് നല്ല ഫാൻസി ഡ്രസ് തന്നെ മേടിച്ചത്. ഓൾറൈറ്റ് ഇവിടെ അടുത്ത് നല്ലൊരു കട ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വില കൂടിയ കടയാണ്. എവിടെ അത് അതെ ഇവിടെ ഇപ്രാവശ്യത്തെ വിഷുവിന് കുറച്ച് ചെത്ത് ഡ്രസ് ഇടാൻ ഈ മഞ്ഞയൊന്നും മാറ്റി പിടിക്കാം. അതെയൊന്നും അടങ്ങണ. പടക്കം മേടിക്കാലോ. നാളെയല്ലേ വിഷു. ആദ്യം വിഷു കോടി ഇങ്ങനെ ഇറങ്ങി വേണം. ശിജാനെ നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്? എനിക്ക് ഡ്രസ് ഒന്നും വേണ്ട. പടക്കം മതി. പടക്കം ഡ്രസ് വേണ്ടേ? വേണ്ട. ഓക്കെ ഞാൻ എടുക്കും. ഞാൻ എടുത്തിട്ട് മതി പടക്കവും കാര്യങ്ങളൊക്കെ. ഇതല്ല വേറെ വേറെ ഞാൻ നോക്കി വന്ന ഡ്രസ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടിന്റെ വില എന്താ $4,000 $4,500 $4,650 $5,000. ഇത് കുറഞ്ഞതൊന്നുമില്ലടി. നമ്മളതിൽ ആയുള്ളത് 1,700. 5,500 ഈ സാധനം കൊള്ളാം. പക്ഷേ നിക്ക് ഇവിടുന്ന് മേടിക്കണ്ട. വേറെ സ്ഥലമുണ്ട്. മേടിക്കുന്നില്ലേ? പിന്നെ ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടക്കം മേടിക്കാൻ പോയിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇത് എക്സ്പെൻസീവ് കടയാന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയായിരുന്നു എനിക്കറിയില്ല. ശരിയാ ബൈ. ഞാൻ പിന്നെ വരാം. തൽക്കാലം നമുക്ക് വേറെ ലോക്കൽ കടന്ന് മേടിക്കാം. അതാ നല്ലത്. ഈ സെയിം സാധനം ചിലപ്പോൾ വില കുറച്ച് വേറെ കടയിൽ കിട്ടും. ഇവിടെ കയറാം. നമുക്ക് അവിടെ കണ്ട അതേ സാധനങ്ങൾ ചിലപ്പോൾ വില കുറച്ച് ഇവിടെ കിട്ടും. ബിക്കോസ് ദിസ് ഈസ് ലോക്കൽ ഷോപ്പ്. കോട്ടും സൂട്ടിന്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഉണ്ട്. ഓക്കെ ചേച്ചി താങ്ക് യു. അവിടെ കണ്ട അതേ ഡ്രസ്സ് നമ്മൾ ഈ കടയിൽ നോക്കി. പക്ഷെ അവിടെ 5,500 ഇവിടെ 500. ആനയാണ് തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കി $1,212 നമ്മുടെ കയ്യിലുണ്ട്. അതുമായി നമുക്ക് പടക്കം പിടിച്ച് വിഷു ആഘോഷിക്കും. പക്ഷേ ഈ ഡ്രസ്സിന് എന്തോ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അവിടത്തേക്കാളും. ഇതിന്റെ മെറ്റീരിയലിന്റെ ആണോ കംഫോർട്ട്? എന്തായാലും നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ട സ്ഥിതിക്ക് നമ്മുടെ ഡ്രസ്സ് എടുപ്പൊക്കെ കഴിഞ്ഞ് ശ്രീജാനെ നമ്മളെ അടുത്ത് കൂടെ പോണെന്നറിയോ? വേറെ ഇങ്ങോട്ട് വടക്ക് കടയില്ലേ. വണ്ടി കേട്ടാൻ പാടണമെന്നറിയില്ല. സൈഡിലേക്ക് മാറ്റി നിർത്താം. ഷോപ്പ് ഇറങ്ങണം. എന്നാ തിരക്കെ ഇവിടെ. ഞാൻ പോയി എനിക്കുള്ള പടക്കം മേടിക്കാം. ചേട്ടാ ഈ പടക്കക്കടയിലെ എല്ലാ പടക്കവും 10 വെച്ച് ഫുള്ള് പാക്ക് ചെയ്തെടുത്തു. എത്ര 10 വെച്ചാ ഇവന് ഈ കടയെ മേടിക്കോ? ഇത് മലയാളിയുടെ കടയാണ്. വിഷു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും വില ഉണ്ടായി. ചേട്ടാ പടക്കത്തിന് എന്താ വില? നമ്മുടെ കടയിൽ പടക്കത്തിനൊക്കെ വില കുറവാണ് സാർ. ഈ മോൻ പറഞ്ഞനുസരിച്ചിട്ട് 5,000 രൂപ പടക്കത്തിന്. എന്താ 5,000? പടക്കത്തിലേക്ക് ഇപ്പൊ എന്താ വില? നമ്മുടെ ആയുള്ളത് 1,200. ചേട്ടാ അത്രയൊന്നും വേണ്ട. ഒരു 1,200 പടക്കം എടുത്തു. അതുപോരാ എനിക്ക് 5,000 വേണം. കുട്ടിക്ക് മേടിച്ചു കൊടുക്കും സേട്ടാ. എപ്പോഴും ഇവന് പടക്കം മേടിച്ചു കൊടുക്കണതന്നെ വലിയ കാര്യം. ഇത്ര നേരം പടക്കമേ ഇല്ലായിരുന്നു. ഇപ്പൊ മേടിക്കാന്ന് പറഞ്ഞപ്പോ അവന് കുറെ വേണം. ഞാൻ പറയണേക്ക് അത്രയും പൈസ ഇല്ല. ഇതിനുള്ള പടക്കം മേടിക്കാൻ
മേടിച്ചാൽ മതി. ഫ്രൈങ് ബൈ എന്നാ അത്രയെങ്കിൽ അത്ര എടുക്ക്. ഓക്കെ ചേട്ടാ, എങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാം. നോക്കി ചേട്ടാ, എന്തോരം പടക്ക ആ പയ്യന് ആ ചേട്ടൻ മേടിച്ചു കൊടുക്കണത്. നമുക്കൊന്നും ഒരിക്കലും വിഷു ആഘോഷിക്കാൻ പറ്റില്ലല്ലേ. അത് പിന്നെ തെരുവിന്റെ മക്കളായ നമുക്ക് ആര് പടക്കം മേടിച്ചു തരാനാ? നമുക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പടക്കൊക്കെ മേടിച്ചു വന്നേനല്ലേ. പടക്കപ്പോൾ എത്ര പുറകുന്ന ഒരൊച്ച. ഈ പിള്ളേരെന്താ ഇവിടെ ഒറ്റ ഇരിക്കണ? മക്കളെ എന്താ ഇവിടെ ഇരിക്കണ? വിഷുവായിട്ട് വീട്ടിൽ പോയിട്ട് പടക്കം പിടിക്കാൻ പാടില്ലേ? ഏത് വീട് ചേട്ടാ? ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലവും ഇല്ല, പടക്കം മേടിച്ചു തരാൻ ആരുമില്ല. ഞങ്ങൾ അനാഥരാണ്. ഓടാ അനാഥരോ? ഒരു വിഷുവായിട്ട് പടക്കം മേടിച്ചു തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ എനിക്കറിയാം. നിങ്ങൾക്ക് ഞാൻ പടക്കം മേടിച്ച് ഷിൻചാന് പടക്കം മേടിച്ചു കൊടുക്കാനേ നമ്മുടെ കയ്യിൽ പൈസ കമ്മിയാ. ഈ ഡ്രസ്സ് മേടിക്കണ്ടായിരുന്നു, ആ പൈസക്ക് ഇവർക്ക് പടക്കം മേടിച്ചു കൊടുക്കായിരുന്നു. നമ്മുടെ പടക്കം ഇവർക്ക് കൊടുത്താലോ? നമ്മളെ ഒരു സെക്കൻഡ്, ഇവര് പടക്കൊക്കെ പാക്ക് ചെയ്ത് മേടിച്ചാ. ഷിൻചാനെ അതിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പടക്കം നമുക്ക് ആയിരിക്കുന്ന പിള്ളേർക്ക് കൊടുത്താലോ? അവർക്ക് പടക്കം മേടിച്ചു കൊടുക്കാൻ ആരുമില്ല, അവന്റെ വീടും ഇല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം വിശ്വാസപ്പോരെ? എന്ത് പടക്കം തരാനാ? ഞാൻ തരില്ല ഫ്രൈങ് ബൈ, ഇതെന്റെ പടക്കം. ഷിൻചാനെ ഞാൻ പറയണത് ഫ്രൈങ് ബൈ, ഞാൻ തല്ല ഇതെന്റെ പറയാനുള്ള സാവകാശം. ഇവൻ തന്നെ ലക്ഷണമില്ല. ഇവന്റെ സ്വഭാവം എനിക്കറിയാവുന്നല്ലേ, വേറെ വഴിയില്ല. ഇത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചേ പറ്റുള്ളൂ. എന്റെ കൺമുന്നിൽ ഇത് നടന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പിള്ളേരോട് പോയി പറഞ്ഞിട്ട് വരാം. പിള്ളേരെ സോറി, ഈ പ്രാവശ്യം എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയിച്ചോ. ഇതാ ഒരു സുവർണ അവസരം. സോറി എന്താ മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത്? വിഷു പ്രമാണിച്ച് ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ ജയിക്കുന്ന നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിൽക്കുന്ന 3 പേരിൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും നീ പഞ്ച് പിടിച്ച് തോപ്പിക്കുകയാണെങ്കിൽ നിനക്ക് $10,000. ഓഹോ, അതായത് 3 പേരുണ്ട്, 2 പേരെങ്കിലും തോപ്പിക്കണം. വിച്ച് മീൻസ് 3 ചാൻസസ് 2 വിന്നെ. ഐ ക്യാൻ ഡു ദിസ്. ഓക്കേ ഐ ആം റെഡി. കം ഓൺ, ലെറ്റ്സ് ഡു ദിസ്. കം ഓൺ റവനെ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളെ തോപ്പിക്കാൻ പറ്റൂടാ നിനക്ക്? പറ്റൂടാ, പറ്റും. ഇതില് പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമേ ഇല്ല. നീ എത്ര വലിയവനാണെങ്കിലും എത്ര ശക്തിയാണെങ്കിലും ആ പിള്ളേർക്ക് വേണ്ടി എനിക്ക് ഇത് ജയിച്ചേ പറ്റുള്ളൂ. ഞാൻ ജയിക്കൂടാ. റെഡി 1 2 3 എന്റെ കഴിവ് ഇപ്പോഴുണ്ട്. ഇവര് ഭയങ്കര ശക്തി പോലെ എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. ആ പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടി നിന്നെ ഞാൻ തോപ്പിക്കും. ലൈഫിൽ ആദ്യമായിട്ട് നമ്മള് വിഷു ആഘോഷിക്കാൻ വേണ്ടി പോണോ? താങ്ക് യു ബ്രോ. ബ്രോ, നിങ്ങൾക്ക് പടക്കം തരാതെ വീട്ടിൽ പോയി പടക്കം പഠിച്ചാ എനിക്ക് മനസ്സമാനത്തോട് ഉറങ്ങാൻ പറ്റുമോ? ഇനി കുറെ പേർക്ക് പടക്കം കൊടുക്കാണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവാ. വന്ന് വണ്ടി കയറാം. ഈ പടക്കം വേറെ ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ പോത്ത് പോലെ കിടന്നുറങ്ങിയാലാ? ഇന്ന് വിഷു അല്ലേ, രാവിലെ എഴുതേക്കണ്ടേ? ആടെ പടക്കം പിടിക്കണം. പക്ഷെ അതിന് മുമ്പ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. കമോൺ വാ. അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണി കാണണം. ഈ കൊല്ലം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഈ കണിയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മുടെ കണി. എങ്ങനെ അതൊക്കെ നിങ്ങൾ ഇറങ്ങിയപ്പോ ഞാൻ തന്നെ സെറ്റ് ചെയ്തു. വാ പ്രാർത്ഥിച്ചോ. ഈ കൊല്ലം എല്ലാം നല്ലപോലെ എല്ലാവരെയും കൊണ്ടും ലൈക്കടിച്ച് ചാനൽ സബ് ചെയ്ത് 1 മില്യണിലേക്ക് എത്തിക്കും. സോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള എന്റെ വിഷു കണിയാണത്. സൂപ്പർ. പക്ഷേ ഈ കാണിക്കാറില്ലേ, ഞാനത് മറന്നു പോയി. ഇരിക്കണ പടക്കം നമ്മൾ ആദ്യമായിട്ടാണ് മേടിക്കണതും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ തന്നെ അത് പൊട്ടിച്ചേക്കാം. ഓക്കെ, അതെ ഇവിടെ ആ സാധനം വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇനിയൊരു സാധനം നമ്മൾ മേടിക്കണം. ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, സോ കത്തിക്കാം. ഹെവിക്കോ ചിഞ്ചനെ ഓടിക്കോളാം. അത് കത്തിട്ടോട്ട് കുറെ പടക്കങ്ങൾ മിക്സഡ് ആയിട്ടുള്ള സാധനം തോന്നുന്നു. വേളിപ്പോയി പൊട്ടണ സ്കൈ ഷോട്ടുകള്, പിന്നെ കൊരോ പോലെ എന്തോ ഇവിടുന്ന് തിരിക്കുന്നുണ്ട്. എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ സ്കൈ ഷോട്ടും റോക്കറ്റും കൊരോപ്പും മത്താപ്പും എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണെന്ന് തോന്നി. എന്താണെന്നറിയില്ല, വിഷുവിന് പടക്കം പൊട്ടിച്ച് കളയുമ്പോൾ ഒരു പ്രത്യേകതര ആനന്ദം, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതവിടെ കേട്ടെ. ഇതെത്ര തീരാത്തതും ഇത് വർത്തായിട്ടുള്ളൊരു പടക്കം കേട്ടോ, ഇതുവരെ തീർന്നിട്ടില്ല. സീൻ സാധനം. അതല്ല പടക്കത്തിനൊക്കെ ഭയങ്കര വില. എടുത്ത പടക്കമേ ഇത്തിരി സീനാണ്.